എനിക്ക് റെയിൽവേയിൽ മേറ്റായിരുന്നു, വർക്സ് മേറ്റായിരുന്നു. കൊല്ലം ചങ്ങനാശ്ശേരി ഞങ്ങളുടെ സെക്ഷൻ. അങ്ങനെ ഇവിടെ ഈ തലേ ദിവസം പിന്നെ 4 ജീവനക്കാർ ഈ ലൂക്ക് ബോൾട്ടുണ്ട്, ഈ ഗേഡറും ഇതുമായിട്ട് ഘടിപ്പിക്കുന്നത്. അത് തിരിച്ചിട്ടൊരു പണിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മഴ പെയ്യുന്നത്. ഐലൻഡ് എക്സ്പ്രസ് വരുന്നത് 12 മണി സമയത്താണ്. അപ്പോൾ അന്ന് ഈ ഷാപ്പുണ്ട്. മഴ പെയ്തപ്പോൾ അവർ ആ ഷാപ്പിലോട് ഓടി കയറിയപ്പോഴാണ് ഈ ട്രെയിൻ വരുന്നത്. അപ്പോൾ അത് ഈ യു ബോട്ട് തിരിച്ചിട്ടിരിക്കുന്ന അപ്പോൾ അതിൻ്റെ ഒരു പിടുത്തം വിട്ടുപോയി. അങ്ങനെയാണ് ഈ ബോഗി പോകുന്നത്. അത് ആർക്കും അറിയാൻ പറ്റില്ല, ഈ ജീവനക്കാർക്ക് മാത്രമേ അറിയാം. അവരെല്ലാം മരിച്ചുപോയി, ഞാൻ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. ആ സമയത്ത് മിക്കവാറും ഇവിടെ ഇപ്പം അന്ന് ഈ റെയിൽവേയുടെയൊക്കെ റിപ്പോർട്ടൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ കാറ്റടിച്ചു, ടൊർണാഡോയുടെ അതെ, ഒരു കാറ്റും ഇല്ല, ഒന്നുമില്ല. ഞാൻ ദിവസവും രാവിലെ ഇതിൽ കൂടെ പോകുന്നത്, ഈ പാലത്തെ കൂടെ. മൺറോഡ് വഴി കരുനാഗപ്പള്ളിയിലായിരുന്നു ജോലി. അവിടെ തന്നെ PW ഇൻസ്പെക്ടർ ട്രോളി കൊണ്ടുവന്ന്, ട്രോളി വരുമ്പോൾ ഇവിടെ എല്ലാം ദൂരമായി കിടക്കുക. ഞങ്ങൾക്ക് ജോലി കല്ലുകടവിലായിരുന്നു. അന്ന് ഇവരുടെ ഒരു കണക്കനുസരിച്ച് ഏതാണ്ട് 105 പേരാണ് മരിച്ചാണ്. പക്ഷേ അതിന് യഥാർത്ഥം 106 അതിന് ശേഷം ഇതെല്ലാം കൊണ്ടുപോയതിന് ശേഷം ഒരു ശവം കൂടെ കിട്ടി. അതും പിന്നെ ആശുപത്രിയിൽ എത്തിച്ചു. അത് വെച്ച് കണക്ക് വന്നിട്ടില്ല. ഔദ്യോഗികമായിട്ട് 105 പേരാണ്. അത് 105 പേര്. പക്ഷേ 106 പേരെ യഥാർത്ഥത്തിൽ അന്ന് മരിച്ചത്. ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ സഹകരണങ്ങൾ പിന്നീട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഗവൺമെൻറ് പിന്നീടൊന്നും അവർക്ക് അന്ന് എന്തുവേണം, മാധവറാവു സിന്ധ്യ അന്ന് റെയിൽവേ മന്ത്രി, പുള്ളി ഇവിടെ വന്ന് എന്ത് ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷേ ആരും അതിന് മെനക്കെട്ടില്ല. അല്ലെങ്കിൽ നല്ലൊരു സ്മാരകം ഉണ്ടായി, ഏതെങ്കിലും ഒരു വലിയ ആശുപത്രിയോ അല്ലെങ്കിൽ മറ്റെന്ത് വേണം ചോദിച്ചാൽ തരാമെന്ന് പറഞ്ഞാൽ. കാരണം അത്രയ്ക്ക് രക്ഷാപ്രവർത്തനം നടത്തിയൊരു സ്ഥലമായത്. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ദുരന്തം നടന്ന സ്ഥലമാണ് ഇവിടം. അപ്പം അതിന് ഇത്രയും വർഷം, ഏകദേശം 37 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പം ഇതുവരെ ആയിട്ടും ഒരു സ്മാരകം, ഇപ്പം ഈ കാണുന്ന ഒരു സ്തൂപം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അല്ല, അന്നും മന്ത്രി എല്ലാം പറഞ്ഞതാണ്, പക്ഷെ ആരും അതിന് താല്പര്യപ്പെട്ടില്ല. എല്ലാവർക്കും അന്ന് പൈസ മതിയായിരുന്നു. 1000 രൂപ വീതം എല്ലാ വക്കീലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 1000 രൂപയാണ് പ്രധാനമായിട്ടും ആളുകൾ ഉദ്ദേശിച്ചത്. അന്ന് 1000 രൂപ എന്ന് പറയുന്നത് വലിയ എമൗണ്ട് ആയതുകൊണ്ട്. എമൗണ്ടാണ്, ശരി തന്നെ. പക്ഷെ അതേസമയത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ സ്ഥാപനം കൂടെ വന്നേനെ. അവരതിന് തയ്യാറായിരുന്നില്ല. ഞങ്ങൾ പിന്നെ പറഞ്ഞെടുത്ത കാര്യം തോന്നിയിട്ടുള്ളത്. ഇപ്പം അന്നേരം സർവീസിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പം ഞാൻ 92 റിട്ടയറായി. ഇപ്പം എനിക്ക് 94 വയസ്സുണ്ട്. ഒരു ഏറ്റവും കൂടുതൽ പ്രായം കൂടി ഞാനേ ഉള്ളൂ ഇങ്ങനെയൊക്കെ പോയി. ഇപ്പം ഇത്രയും വർഷമായിട്ടും ഇതിൻ്റെ പിന്നീട് ഒരു അന്വേഷണം അങ്ങനെ ഒരു കാര്യങ്ങൾ അന്വേഷണം ഇതേ ഉള്ളൂ. അന്നൊരു 4 ജീവനക്കാരെ തലേ ദിവസം വിട്ടായിരുന്നു. എനിക്ക് മാത്രമേ അറിയൂ, മറ്റാർക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ അവർ ഈ ഗേർഡറും പിന്നെ ഇതുമായിട്ടൊരു ബന്ധമുണ്ട്. ഈ ഊക്ക് ബോൾട്ടാണ് ഇത് പിടിച്ചു നിർത്തുന്നത്. അത് തിരിച്ചിട്ടാൽ യാതൊരു പിടുത്തവും ഇല്ല. അങ്ങനെ വണ്ടി വന്ന് കയറിയാണ് സംഭവിക്കുന്നത്. സംഭവത്തിൻ്റെ പ്രധാന കാരണം അത് തന്നെയാണ്. പക്ഷേ റെയിൽവേക്ക് അതൊരു കാരണമായിട്ട് പറയാനോ കണ്ടെത്താനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർക്കത് പറയാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ഇത് അറിയാവുന്നതുകൊണ്ടായി പറയുന്നത്. നമ്മൾ സാക്ഷി കണ്ടതല്ല, നമുക്ക് ഊഹിക്കാം. ഇപ്പോൾ ഞാൻ റെയിൽവേയിൽ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ അങ്ങനെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഈ റെയിൽവേ പാളത്തിൽ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. 3 പേരോ 4 പേരേ ഉള്ളൂ. അവരെല്ലാം മരിച്ചുപോയി. അവരുടെ പേരുമൊക്കെ എനിക്കറിയാമായിരുന്നു. ഒരു നാണമുണ്ട്, ഇപ്പം മറന്നുപോയി എല്ലാം. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു അനാസ്ഥയാണ്. അവരറിഞ്ഞില്ല ട്രെയിൻ അന്നേരം വരുമെന്ന്. മഴ അറിയുമ്പോൾ പെട്ടെന്ന് ആ ഷാപ്പിലോട്ട് കയറി. അതിന് തൊട്ടടുത്തായിരുന്നു ഷാപ്പ്. അങ്ങനെയാണ് സംഭവിച്ചത്.